ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി അനുബന്ധ കെട്ടിട ഉദ്ഘാടനം നടത്തി. ഉളിക്കൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഹോമിയോ ഡയറക്ടറേറ്റിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇത്രയും നാളുകൾ സ്വന്തം കെട്ടിടത്തിലല്ല ഹോമിയോ ഡയറക്ടറേറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ട്രെയിനിങ് ഇൻ ആയുഷ് നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ 14 നിർമ്മാണം പൂർത്തിയാക്കിയ ആശുപത്രികളുടെ ഉദ്ഘാടനം നടക്കുകയാണ്. 11 ആയുഷ് ആശുപത്രികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനവും ഇവിടെ നടത്തപ്പെടും. ഈ കാലഘട്ടത്തിൽ ഒട്ടനേകം പ്രവർത്തനങ്ങൾ ആയുഷ് മേഖലയുമായി ബന്ധപ്പെട്ട് നടത്താൻ നമുക്ക് കഴിഞ്ഞു. അതിൽ ചരിത്രത്തിൽ ആദ്യമായി 252 തസ്തികകൾ സൃഷ്ടിച്ചു. 200 കോടി രൂപ ചെലവഴിച്ച് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം സാധ്യമാക്കി. ഉടുമ്പൻചോലയിൽ പുതിയ ആയുർവേദ കോളേജ് ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം 250 സ്ഥാപനങ്ങൾക്ക് NABH അക്രഡിറ്റേഷൻ ലഭിച്ചു. അടുത്ത 250 കൂടി റെഡിയാണ് NABH അക്രഡിറ്റേഷന് വേണ്ടി. ആയുഷ് മേഖലയിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ നവീകരിച്ച് പുതിയ മോഡ്യൂളും സിലബസും തയ്യാറാക്കി. ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വവും മാലിന്യ സംസ്കരണവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ആയുഷ് കായകൽപ അവാർഡ് ആദ്യമായിട്ട് നമ്മൾ നൽകി. 132 ആയുഷ് സ്ഥാപനങ്ങൾക്കാണ് നൽകിയത്. 10,000-ലധികം ആയുഷ് യോഗ ക്ലബ്ബുകൾ സ്ഥാപിച്ചു. 8 പുതിയ ഇന്റഗ്രേറ്റഡ് ആശുപത്രികൾക്കാണ് നമ്മൾ അനുമതി നൽകിയത്. ഇതിൽ 4 എണ്ണത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG സണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി ജോസഫ് സ്വാഗതം പറഞ്ഞു. നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ സജിത് ബാബു IAS, ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ, ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി CD, സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് PR, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അജിത് കുമാർ KC, ജില്ലാ പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ് തോലാനി, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ R സുജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ദാസൻ, വാർഡ് മെമ്പർ എബിൻ കുര്യാക്കോസ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. GAD ഉളിക്കൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി രാജ് KK ചടങ്ങിന് നന്ദി പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത്. നമ്മുടെ ഈ ഡിസ്പെൻസറിക്ക് അതിന്റെ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഏകദേശം നല്ലൊരു കെട്ടിടത്തിന്റെ ബാക്കി ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആയുർവേദ ചികിത്സ നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളീയർക്ക് ഏറെ വിശ്വാസമുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ചികിത്സ തേടി വരുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് എന്ന് നമുക്കറിയാം. അതിപുരാതന കാലം തൊട്ട് ഇന്ത്യയിൽ 5000 വർഷം മുമ്പ് തൊട്ട് തന്നെ വളരെ പ്രചാരത്തിലുള്ള ഈ ആയുർവേദ ചികിത്സ ഇന്നും നമ്മുടെ ആളുകൾക്ക് വലിയൊരു ആശ്വാസകരമാണ്. നൂറുകണക്കിന് ആളുകൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ശരീരത്തിന്റെ ഒടിവ് ചതവുകളും മറ്റു രോഗങ്ങൾക്കെല്ലാം തന്നെ ചെറിയ ചിലവിൽ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ മാർഗം എന്നുള്ള നിലയിലും ചികിത്സിച്ചാൽ രോഗഭേദമായതിനു ശേഷം ഒരുപാട് കാലത്തേക്ക് രോഗ സൗഖ്യം കിട്ടുമെന്നുള്ള വിശ്വാസവും ആയുർവേദ ചികിത്സയെ പ്രാപിക്കുന്നതിന് നമ്മുടെ ആളുകൾക്ക് വലിയ താല്പര്യമുണ്ടാക്കുന്ന വസ്തുതയാണ്.